ശശി തരൂരിന് അറിയില്ല, രമേശ് ചെന്നിത്തലയ്ക്ക് അറിയില്ല, മുൻ പ്രസിഡന്റായിട്ടുള്ള എനിക്കറിയില്ല. പിന്നെ എവിടെ നിന്ന് വന്നു ഈ പുനഃസംഘടനാ ചർച്ച? എനിക്ക് ഏതായാലും പ്രയോറിറ്റി വന്നിട്ടുണ്ട്. പരസ്യമായി കോൺഗ്രസിന്റെ എംപിക്കെതിരെ പ്രകടനം നടത്തുന്നതും കോലം കത്തിക്കുന്നതും ശരിയല്ല. കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ പുനഃസംഘടന ശരിക്കും നടന്നോ ഇല്ലയോ എന്ന സംശയമാണ് ഇപ്പോൾ പലർക്കും ഉള്ളത്. കെ സുധാകരനെ മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചു എന്ന വാർത്തകൾ പുറത്തുവരുന്നു. കെ സുധാകരനെ മാറ്റേണ്ടതില്ല എന്ന പ്രതിവാദവുമായി ചില അണികളും പ്രവർത്തകരും എത്തിയെന്ന വാർത്തകൾ പുറത്തു വരുന്നു. എന്നാൽ ഇതിനെയെല്ലാം അക്ഷരം പ്രതി എതിർക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ മുരളീധരനെ പോലെയുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാരെല്ലാം. കെ മുരളീധരൻ ചോദിക്കുന്നത്, രമേശ് ചെന്നിത്തലയും ഞാനും ശശി തരൂരും ഒന്നും അറിയാത്ത എന്ത് പുനഃസംഘടനയാണ് കോൺഗ്രസിൽ നടക്കുന്നതെന്നാണ്. തന്റെ അറിവിൽ ഒരു പുനഃസംഘടനയും കോൺഗ്രസിൽ നടന്നിട്ടില്ല എന്ന മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നടിക്കുകയാണ് കെ മുരളീധരൻ. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. പുനഃസംഘടന സംബന്ധിച്ച് ഒരു ചർച്ചയും എവിടെ ആരംഭിച്ചിട്ടില്ല. വളരെ വ്യക്തമായി തന്നെ AICC ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപാദാസ് മുൻഷി പറഞ്ഞിട്ടുണ്ട്. ഒരു ചർച്ചയും ഒരിടത്തും ആരംഭിച്ചിട്ടില്ല. എല്ലാ ഘടകങ്ങളുമായി ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കൂ എന്നവർ സൂചിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, അതിൻ്റെ പേരിൽ വിവാദം വേണ്ട, പരസ്യ പ്രസ്താവനകളും ആവശ്യമില്ല എന്ന് വ്യക്തമായിട്ട് AICC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുനഃസംഘടന സംബന്ധിച്ച ഒരു കാര്യം നിലവിലില്ല. പക്ഷെ അതേസമയത്ത് പാർട്ടിയുടെ മറ്റ് ഇഷ്യൂസൊക്കെ തീർക്കാൻ പാർട്ടിയുടെ ഒരു ഉന്നതാധികാര സമിതി അടുത്ത് തന്നെ വിളിച്ചു ചേർക്കുന്നതാണ്. മറ്റ് വിഷയങ്ങൾ, പാർട്ടിക്കകത്തുള്ള വിഷയങ്ങളൊക്കെ ആ യോഗത്തിൽ ചർച്ച ചെയ്ത് എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കും. ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനിൽ വിജയിക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. പുനഃസംഘടന നടത്തണോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനം എടുത്തിട്ടില്ല. അതല്ല, പുനഃസംഘടന നടന്നിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ആൾക്കാരെ തഴയുന്നു പറയാം? പുനഃസംഘടന നടക്കുമ്പോഴല്ലേ അത് പറയാൻ പറ്റൂ. ഇതിപ്പോൾ ഇതുവരെ നടന്നിട്ടില്ല. നടക്കാത്ത പുനഃസംഘടന എങ്ങനെയാണ് ആരെങ്കിലും തഴഞ്ഞു എന്ന് പറയുന്നത്? പുനഃസംഘടന നടക്കുമ്പോൾ എല്ലാവരുമായിട്ട് ആലോചിച്ച് അതിന് നോംസ് ഉണ്ടാക്കും. അതിനാണ് KPC യോഗം ചേരുന്നത്. പുനഃസംഘടന വേണമെങ്കിൽ എങ്ങനെ, ഏത് രീതിയിൽ നിന്നൊക്കെ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യും. അപ്പോൾ പാർട്ടിയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനാണ് പാർട്ടി കമ്മിറ്റികൾ ചേരുന്നത്. ഇതിന് സാധാരണ രീതിയിൽ പുനഃസംഘടന നടക്കുമ്പോൾ ഇതിന് നോംസ് ഉണ്ടാക്കാറുണ്ട്. ആ നോംസ് ഒന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നെ എവിടെ നിന്ന് വന്ന് ഈ പുനഃസംഘടന ചർച്ച എന്ന് എനിക്ക് ആർക്കും അറിയില്ല. കാരണം വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ശശി തരൂരിന് അറിയില്ല, രമേശ് ചെന്നിത്തലയ്ക്ക് അറിയില്ല, മുൻ പ്രസിഡൻ്റായിട്ടുള്ള എനിക്കറിയില്ല. പിന്നെ എവിടെ നിന്ന് വന്നു ഈ പുനഃസംഘടന ചർച്ച? അതാണ്, ഇങ്ങനെ ചർച്ച ഉണ്ടായിട്ടില്ല. ഇതാരാണ് ഇതിൻ്റെ പുറകിൽ നിന്ന് എനിക്കറിയില്ല. ഒരു ചർച്ചകളും നടന്നിട്ടില്ല. ഒരു ചർച്ചകളും ഇപ്പം നടന്നിട്ടില്ല, ഇതുവരെ നടന്നിട്ടില്ല. അതും അതിൻ്റെ സംശയമുണ്ട്. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ ഇല്ലാത്തൊരു പുനഃസംഘടന എവിടെ നിന്ന് വന്നു? ഇങ്ങനെ ചർച്ചയുണ്ടായിട്ടില്ല. ഒരു ഫോറത്തിലും ചർച്ച ചെയ്തിട്ടില്ല. ചർച്ച ചെയ്യാത്ത വിഷയം എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. കുറേ പേരുകൾ വന്നു, പുതിയ പ്രസിഡന്റുമാരുടെ എന്ന് പറഞ്ഞു. ഇതൊക്കെ ആരുണ്ടാക്കിയെന്ന് ആർക്കും അറിയില്ല. ഇതിന് വെറുതെ ഒരു കമ്മ്യൂണലായിട്ടുള്ള നിറം കൊടുത്തു ചിലരൊക്കെ. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇതൊന്നും ആരും പറഞ്ഞതല്ല. ഒരു ഫോറത്തിൽ ഇങ്ങനത്തെ പേരുകളും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. മാറ്റുന്ന കാര്യം ചർച്ചയില്ല. ഇതൊന്നും ചർച്ച ചെയ്യാതെ ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പുനഃസംഘടന നടക്കുന്നു, പ്രസിഡന്റിനെ മാറ്റാൻ പോകുന്നു, ഇന്ന് ആളുകൾ പകരം വരികയാണ്. ഇതൊക്കെ ആരുണ്ടാക്കിയതാണ്? ഇപ്പോൾ ആ കാര്യങ്ങൾ അതിന് വേണമെന്നുണ്ടെങ്കിൽ തന്നെ പാർട്ടി ഫോറങ്ങളിലാണ് തീരുമാനം എടുക്കുക. അല്ലാതെ പൊതുവേദിയിൽ ചർച്ച ചെയ്തിട്ടല്ല പാർട്ടിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുക. ഇല്ല, അത് KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവിൻ്റെയും നേതൃത്വത്തിലാണ് ഇലക്ഷൻ പ്രവർത്തനങ്ങൾ നടന്നത്. അങ്ങനെ പ്രയോറിറ്റി ഉണ്ടായതിന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എനിക്ക് ഏതായാലും പ്രയോറിറ്റി വന്നിട്ടുണ്ട്, പോയിട്ടുമുണ്ട്, പങ്കെടുത്തിട്ടുമുണ്ട്. ബാക്കിയുള്ള കാര്യം ഞാൻ അന്വേഷിച്ചിട്ടില്ല, എന്താണെന്ന് എനിക്കറിയില്ല. വൈഷമ്യമെന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ രാഷ്ട്രീയത്തിൽ എന്താ വൈഷമ്യമുള്ളത്? രാഷ്ട്രീയത്തിൽ വൈഷമ്യം ഉണ്ടാവും, പല വികാരങ്ങളുണ്ടാകും രാഷ്ട്രീയത്തിൽ. അതൊന്നും ഇനി പൊതുവായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. അത് പാർട്ടി നേതൃത്വം ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കും. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഒരു പരസ്യമായി കോൺഗ്രസിൻ്റെ MPക്കെതിരെ പ്രകടനം നടത്തുന്നതും കോലം കത്തിക്കുന്നതും ശരിയല്ല. അതാരും നടത്തിയാലും. ഞാൻ അതിൻ്റെ മെറിറ്റിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോയിൻമെൻ്റ് മെറിറ്റിലേക്ക് കടക്കാൻ എനിക്ക് എന്താ അതിൻ്റെ കാര്യങ്ങൾ അറിയില്ല. പക്ഷേ എന്തെല്ലാം പ്രകോപനം ഉണ്ടെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ DCC നേതൃത്വവുമായിട്ട് സംസാരിക്കുകയാണ് വേണ്ടിയിരുന്നത്. അതിന് പകരം ഒരു ജനപ്രതിനിധിയെ, അത് 4ാം തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു അംഗത്തിൻ്റെ കോലം കത്തിക്കുന്നതും നടു റോട്ടിൽ അധിക്ഷേപിക്കുന്നതും വളരെ തെറ്റ് തന്നെയാണ്. അത് പാർട്ടിയുടെ ഒരു ഘടനയ്ക്ക് ഒട്ടും യോജിച്ചതല്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ KPC നേതൃത്വം തന്നെ പ്രസിഡന്റ് തന്നെ തീരുമാനം എടുക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.